കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ വിശ്വാസമൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരുന്നാൽ, ചോദിച്ചിട്ട് ലഭിക്കാതിരുന്നാൽ, ഒരു പ്രശ്നത്തിൽ പരിഹാരം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ വിശ്വാസമൊക്കെ പലപ്പോഴും അതിൽ മറഞ്ഞു പോകാറുണ്ട്. എനിക്കിന്ന് ദൈവത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ ഒരുപാട് മനുഷ്യർ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തോന്നും. എത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തേ എനിക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് മനുഷ്യർ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊന്നും വലിയ വിശ്വാസമില്ല. കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത മുക്കുവനായ ശമയോൻ, അവൻ അപ്പസ്തോലന്മാരിൽ പ്രമുഖനാണ്, പ്രധാനിയാണ്. കർത്താവ് അവനെ സഭയുടെ താക്കോൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആ പത്രോസിനോട് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 32. ശമയോൻ, ശമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രിയമുള്ളവരെ, കർത്താവ് ശിമയോന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഒരു ഓർമ്മ കൊടുക്കുകയാണ്, ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ശിമയോൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്കറിയാം. ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറയുകയാണ്. ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആയിരുന്നില്ല കർത്താവ് പറഞ്ഞത്. അവൻ വീണാലും എഴുന്നേൽക്കണം, അതിനു വേണ്ടിയിട്ടാണ്. വീഴാതിരിക്കാനല്ല, വീണാലും എഴുന്നേൽക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പത്രോസിനെ കുറ്റപ്പെടുത്തുകയല്ല കർത്താവ് ചെയ്യുന്നത്. പത്രോസിന് വരാൻ പോകുന്നൊരു സംഭവത്തിന് നീ കരുത്തുള്ളവനായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്നൊരു തെറ്റ്, നമ്മൾ വീണവരെ എന്നും വീണവരായി കാണുന്നു എന്നുള്ളതാണ്. അവർ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, പുതിയ ജീവിതം നയിക്കുന്നുണ്ട്, പഴയ ജീവിതം ഉപേക്ഷിച്ചിട്ടുണ്ട്, അവർ സാക്ഷികളായി മാറിയെങ്കിലും നമ്മുടെ മുൻപിൽ അവർ വീണവരാണ്. കർത്താവ് പത്രോസിനെ വീണവൻ എന്നല്ല, അവൻ വീഴാതിരിക്കുവാൻ പ്രാർത്ഥിച്ചു. വീണാൽ തന്നെയും എഴുന്നേൽക്കുവാൻ ദൈവം അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ വീഴുന്നതല്ല പ്രശ്നം, വീഴുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പ്രശ്നം. പത്രോസ് വീണെങ്കിലും അവൻ എഴുന്നേൽക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരൊക്കെ വീഴുമ്പോൾ എഴുന്നേൽക്കാൻ, അവർക്കൊരു ബലം കൊടുക്കാൻ ഒരു പ്രാർത്ഥന, ഒരു സഹായം, ഒരു വാക്ക്, ഒരു തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം അതാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വീഴുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഈശോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പത്രോസിനോട് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, വീണാലും എഴുന്നേൽക്കുവാൻ ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നു, സർവശക്തന്റെ തണലിൽ കഴിയുന്നു. കർത്താവിനോട് നിന്റെ സങ്കേതം, നിന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവം എന്ന് പറയും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നോനും, സർവശക്തന്റെ തണലിൽ കഴിയുന്നോനും.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.